ഹേയ് കൂട്ടുകാരാ, ഒന്ന് നിൽക്കാമോ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഒരേ ഒരു ചോദ്യം. എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന ഒറ്റപ്പെടൽ തോന്നാത്ത ആ പഴയ കാലത്തെ ഇത്രയേറെ മിസ് ചെയ്യുന്നത്? അതുപോലെ എന്തായിരിക്കും ഒരു കാലത്തെ സിമ്പിൾ ഫാമിലി ഡിന്നറിനെ പോലും ഇന്നത്തെ എക്സ്പെൻസീവ് ഔട്ടിങ്സിനേക്കാളും മനോഹരമാക്കിയിരുന്നത്? ആൻഡ് ഹിയർ ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് സന്തോഷം കളിയാടിയിരുന്ന വീടുകൾ പതിയെ നിശബ്ദത കൊണ്ട് നിറഞ്ഞത്? കാരണം അന്ന് കുടുംബങ്ങൾക്കിടയിൽ ഒരു മാന്ത്രികത പ്രതിഫലിച്ചിരുന്നു. ദാറ്റ് ഈസ് ദ റിയൽ കണക്ഷൻ. പണ്ട് കുട്ടികൾ പാരൻസുമായി സമയം ചിലവഴിച്ചിരുന്നു. സഹോദരങ്ങൾ തമ്മിൽ വഴക്കിട്ടാലും അവരുടെ സ്നേഹബന്ധം വഴക്കിനേക്കാൾ എത്രയോ വലുതായിരുന്നു. വാസ്തവത്തിൽ ഒത്തുകൂടലുകളില്ലെങ്കിലും ഒരുമ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. വിശദീകരണങ്ങളില്ലെങ്കിലും മനസ്സിലാക്കലുകൾ ഉണ്ടായിരുന്നു. ആവശ്യപ്പെടാതെ തന്നെ പിന്തുണയും ലഭിച്ചിരുന്നു. ആ സ്നേഹമായിരുന്നു പുറത്തെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരു വീടിനെ ശക്തമാക്കിയിരുന്നത്. പക്ഷേ പതിയെ ജീവിതം മാറാൻ തുടങ്ങി. ജീവിത രീതികളും മാറി. വർക്ക് ലോഡ് കൂടി, പ്രഷറും കൂടി, എക്സ്പെക്ടേഷൻസും വളരെയധികം വർദ്ധിച്ചു. എന്നാൽ നമ്മൾ പങ്കിട്ടിരുന്ന ആ നല്ല സമയം, സ്നേഹം, കരുതൽ ഒക്കെ എവിടെ പോയി? അതെ, അത് വാസ്തവത്തിൽ കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ആ കെയറിങ് അവസാനിപ്പിച്ചതല്ല, മറിച്ച് ടയേർഡ്നെസ്, ബിസി ഷെഡ്യൂൾ, ടെൻഷൻ എല്ലാം ഒത്തുചേർന്ന് അതിലൊരു വിള്ളൽ സൃഷ്ടിച്ചതാണ്. പതിയെ നമ്മൾ പോലും അറിയാതെ ഒരകലം വീടിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു. ബട്ട് ഇൻ ദാറ്റ് ഗ്രോയിങ് ഡിസ്റ്റൻസ് പല ഹൃദയങ്ങളും പതിയെ നിശബ്ദമായി. കുട്ടികൾക്ക് പിന്തുണ ലഭിക്കാതെയായി. യുവാക്കളിൽ നിരാശ വളർന്നു. മുതിർന്നവർ ഒറ്റപ്പെടൽ അനുഭവിക്കുവാൻ തുടങ്ങി. അത് പതിയെ ഡിപ്രഷൻ, ആൻസൈറ്റി ആൻഡ് ഈവൻ സൂയിസൈഡൽ ചിന്തകളിലേക്ക് പോലും കൊണ്ടുചെന്നെത്തിച്ചു. പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, യാഥാർത്ഥ്യത്തിൽ പരസ്പരം ഷെയർ ചെയ്തിരുന്ന ആ ആത്മബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കത് റീബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളടോ. മനസ്സ് തുറന്നുള്ള ഒരു സംഭാഷണം, കുറച്ച് ക്ഷമ, ശ്രദ്ധയോടെയുള്ള കേൾവി, ഒപ്പം നിങ്ങൾ സ്നേഹത്തോടെ പറയണം, നീ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ ഒപ്പമുണ്ട്. ആൻഡ് ദെൻ ആ പഴയ സ്നേഹം, കരുതൽ, കളിച്ചിരികൾ എല്ലാം തിരിച്ചു വരുമെന്നത് ഉറപ്പല്ലേ? ജീവിതം കൂടുതൽ അടിപൊളിയാകും. കൂട്ടുകാരെ കേട്ടോ, യഥാർത്ഥ സ്നേഹം പുറത്തു നിന്നല്ല, മറിച്ച് അത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്.